ഹലോ ഗൈസ്, എല്ലാവർക്കും മഹാലക്ഷ്മി പുത്തൻ എപ്പിസോഡിന്റെ വിശേഷങ്ങളിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മുടെ ഇന്നത്തെ പുത്തൻ എപ്പിസോഡിൽ നമ്മുടെ കണ്ണന് ഇങ്ങനെ ഉറക്കത്തിൽ നിന്ന് എണീറ്റിട്ട് ഭയങ്കര വയ്യായിക പോലെ കാണിക്കുന്ന ഒരു രംഗങ്ങൾ തന്നെയാട്ടോ. ഭയങ്കര തലവേദനയും ദേഹമാസകലം എന്തോ വയ്യായിക എന്ന് പറയുമ്പോൾ നമ്മുടെ മഹാലക്ഷ്മി വന്നിട്ട് കണ്ണന് ബാമൊക്കെ പുരട്ടി കൊടുത്തിട്ട് ഇങ്ങനെ കണ്ണേട്ടനെ നിന്ന് ഓഫീസിൽ പോകേണ്ടി ഇവിടെ റെസ്റ്റ് എടുത്തോ എന്ന് പറയുന്നുണ്ട്. അപ്പൊ നമ്മുടെ കണ്ണും പറയുന്നുണ്ട്, ഞാൻ റെസ്റ്റ് എടുത്തോളാം, പക്ഷെ എനിക്ക് പകരം മഹി പോണം. അവിടെ ഓഫീസിൽ വിശ്വസിക്കാൻ പറ്റുന്ന ആരും തന്നെ ഇല്ല. എന്റെ അനിയനാണ് ഉണ്ണി എങ്കിൽ കൂടിയും അവനെയും വിശ്വസിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് മഹി എന്തായാലും പോണം. ഇനി എനിക്ക് എന്തെങ്കിലും പറ്റിയാലും മഹി തന്നെ കമ്പനി നോക്കണം എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ മഹാലക്ഷ്മിയോട് കാര്യങ്ങൾ പറയും കേട്ടോ. അപ്പൊ നമ്മുടെ മഹാലക്ഷ്മി പറയുന്നുണ്ട്, കണ്ണേട്ടനൊന്നും പറ്റിയൊന്നുമില്ല, കണ്ണേട്ടൻ അത്ര നിർബന്ധമാണെങ്കിൽ ഞാൻ പോയിക്കോളാം, സാഗർ ഉണ്ടല്ലോ അവിടെ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അതിനുശേഷം നമ്മുടെ മഹാലക്ഷ്മി നമ്മുടെ കണ്ണന് ചായ എടുക്കാൻ വേണ്ടി അടുക്കളയിലേക്ക് പോകും വഴി നമ്മുടെ കരുണ നമ്മുടെ അമ്മായിയമ്മ ദുർഗയുടെ മടിയിൽ ഇങ്ങനെ കിടക്കുക. അപ്പൊ രാവിലെ എണീറ്റിരിക്കുക കരുണ കേട്ടോ. അപ്പൊ രാവിലെ അങ്ങനെ കരുണയ്ക്ക് എണീക്കൽ പതിവില്ലല്ലോ. അപ്പൊ നമ്മുടെ മഹാലക്ഷ്മി വന്ന് ചോദിക്കുന്നുണ്ട്, എന്ത് പറ്റി കരുണ ഇത്ര രാവിലെ, നീ ഇങ്ങനെ എണീക്കാറില്ലല്ലോ, എന്തെങ്കിലും വയ്യായ്കയുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ നമ്മുടെ അമ്മായിയമ്മ ഭയങ്കര കുത്തുവാക്ക് അപ്പൊ തന്നെ തുടങ്ങുക. വിശേഷമുള്ള പെണ്ണുങ്ങൾക്ക് മനം പുരട്ടലും തലകറക്കവും അസ്വസ്ഥതയൊക്കെ ഉണ്ടാവും, നിനക്കത് പറഞ്ഞിട്ടില്ലല്ലോ, നിന്റെ ജീവിതത്തിൽ ഒരിക്കലും നീ ഗർഭിണി ആവില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് കുത്തുവാക്കുകളൊക്കെ പറയും കേട്ടോ. അതിനുശേഷം നമ്മുടെ മഹാലക്ഷ്മി എന്തൊക്കെയോ അവിടെ പ്രതികരിക്കുന്നുണ്ട് കേട്ടോ. നിങ്ങളോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞു, എനിക്ക് കുട്ടികൾ ഉണ്ടാകില്ല എന്ന് ഞാൻ അറിഞ്ഞിട്ട് തന്നെയാണ് ഈ ജീവിതം ഞാൻ തിരഞ്ഞെടുത്തത്. എന്റെ കണ്ണേട്ടനോളം വലുത് എനിക്ക് ആരുമില്ല. ഇനി കരുണ, നീ എങ്ങാനും കണ്ണേട്ടനെ നേരെ സംസാരിച്ചാല്, ശബ്ദം ഉയർത്തിയാല് എന്റെ വിരല് നിന്റെ കവളത്ത് പതിയും എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ മഹാലക്ഷ്മി കണക്കിന് നമ്മുടെ കരുണയ്ക്ക് മറുപടി കൊടുത്തിട്ടാട്ടോ അടുക്കളയിലേക്ക് പോകുന്നത്. അപ്പൊ അവിടെ നമ്മുടെ മഹാലക്ഷ്മി പാലേക്ക് എടുത്ത് വെച്ച് ചായയൊക്കെ തിളപ്പിക്കാൻ വേണ്ടി പോവാട്ടോ. അപ്പത്തേക്കും നമ്മുടെ മഹാലക്ഷ്മിയുടെ ഒരു നീണ്ട സ്വപ്നം, എന്തൊരു വലിയ സ്വപ്നമല്ല നമ്മുടെ മഹാലക്ഷ്മി ചില എപ്പിസോഡുകളിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ചിലപ്പോൾ നമ്മൾ റിയൽ ആണെന്ന് വിചാരിച്ചു പോകുമ്പോഴായിരിക്കും പിന്നീട് ചിലപ്പോൾ ഒരു എപ്പിസോഡ് മുക്കാഭാഗവും സ്വപ്നമാക്കി മാറ്റാറുണ്ട് നമ്മുടെ മഹാലക്ഷ്മി സംവിധായകനൊക്കെ. എന്തായാലും ഇന്നത്തെ മഹാലക്ഷ്മിയുടെ സ്വപ്നം വേറൊന്നുമല്ല, നമ്മുടെ കണ്ണന്റെയും മഹാലക്ഷ്മിയുടെയും ആദ്യ രാത്രി, കണ്ണന്റെ കാല് ഭേദമായതിനു ശേഷമുള്ള ആദ്യ രാത്രി, അതാണ് നമ്മുടെ മഹാലക്ഷ്മിയുടെ സ്വപ്നം കേട്ടോ. അപ്പൊ നമ്മുടെ കണ്ണൻ ഇങ്ങനെ ബെഡിൽ ഇങ്ങനെ പൂക്കളൊക്കെ കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നതും, നമ്മുടെ മഹാലക്ഷ്മി വരുന്നതും, അവർ പാല് കുടിക്കുന്നതും, ശേഷം അവർ ആദ്യ രാത്രി നടക്കുന്നതും, അങ്ങനത്തെ പിന്നീട് നമ്മുടെ മഹാലക്ഷ്മിക്ക് വിശേഷമാകുന്നത് വരെ നമ്മുടെ മഹാലക്ഷ്മി ആ ഒരു ചായടല് പാല് തിളക്കുന്ന നിമിഷത്തിനുള്ളിൽ സ്വപ്നം കണ്ട് തീർക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ മഹാലക്ഷ്മി ഇങ്ങനെ കണ്ടുകൊണ്ടേയിരിക്കും, പാലപ്പൊ തിളച്ചിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുക കേട്ടോ. അപ്പൊ ഈ ഒരു കാഴ്ച നമ്മുടെ കരുണയും നമ്മുടെ ദുർഗാമ്മയും വന്ന് കാണും. അപ്പൊ അവള് പറയും, നമ്മളെ എങ്ങനെയെങ്കിലും നശിപ്പിക്കാൻ, എന്റെ കുഞ്ഞിനെ നശിപ്പിക്കാനുള്ള ചിന്തയിലായിരിക്കും അവൾ, അതല്ലേ പാല് തിളച്ച് പോയിട്ട് അവള് കാണാത്തെ. ഈ ചായ എനിക്ക് വേണ്ടമ്മേ, എനിക്ക് അമ്മ ചായ ഇട്ട് തന്നാ മതി, എന്റെ കുഞ്ഞിനെ എങ്ങനെ നശിപ്പിക്കാന്ന് ഓർത്തല്ലേ ഇവൾ ഈ ചായ ഇട്ടത്, അതുകൊണ്ട് ഈ ചായ കുടിച്ചാൽ എന്റെ കുഞ്ഞ് എന്തായാലും ഇല്ലാതായി പോകും എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ കരുണ എന്തൊക്കെയോ പറയുന്നുണ്ട് കേട്ടോ. നമ്മൾക്ക് തന്നെ ചിന്തിച്ചെടുക്കാൻ പറ്റാത്തതിൽ അപ്പുറമാണ് ഈ കരുണയുടെ വായിൽ നിന്ന് വരുന്നത് അല്ലെ. അപ്പൊ നമ്മുടെ മഹാലക്ഷ്മി പറയുന്നുണ്ട്, നിനക്ക് വേണ്ടെങ്കിൽ കുടിക്കണ്ട, എന്റെ കണ്ണേട്ടൻ എന്തായാലും എനിക്ക് ചായ ഇട്ട് കൊടുത്തേ പറ്റൂ, വേണ്ടവര് കുടിച്ചാ മതി എന്ന് നമ്മുടെ മഹാലക്ഷ്മി തിരിച്ചും പറയുന്നുണ്ട് കേട്ടോ. അതിനുശേഷം കരുണ അങ്ങോട്ട് പോകുമ്പോൾ നമ്മുടെ ദുർഗ അമ്മായിമ്മ പറയുന്നുണ്ട്, നീ എന്തിനാണ് ഈ കുത്തുവാക്കുകളൊക്കെ കേട്ട് ഇവിടെ നിൽക്കുന്നത്, നിനക്ക് ഇവിടുന്ന് പൊയ്ക്കൂടെ എന്ന് പറയുമ്പോൾ നമ്മുടെ മഹാലക്ഷ്മി എടുത്തു വായിക്കും പറയുന്നുണ്ട്, അമ്മ ഇങ്ങനെ പറഞ്ഞു, ഞാൻ കണ്ണേട്ടൻ്റെ അടുത്ത് പോയി പറയട്ടെ എന്ന് പറയുമ്പോൾ നമ്മുടെ ദുർഗാമ്മ ഒന്ന് പതറുന്നുണ്ട് കേട്ടോ. നീ എന്താ ചെയ്തോ, നിനക്കിവിടെ കുടുംബ സമാധാനം ഇല്ലാതാക്കാനല്ലേ നിന്റെ ലക്ഷ്യം എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ മഹാലക്ഷ്മി പറയുന്നുണ്ട്, എന്റെ ലക്ഷ്യം അങ്ങനെയൊന്നും അല്ല, പക്ഷെ വേണ്ടി വന്നാൽ ഞാൻ കണ്ണേട്ടനോട് പറയേണ്ടത് പറഞ്ഞിരിക്കും എന്ന് നമ്മുടെ മഹാലക്ഷ്മി ഉറച്ച ശബ്ദത്തിൽ പറയുന്ന ഒരു നിമിഷങ്ങൾ തന്നെയാട്ടോ കൂട്ടുകാരെ നമുക്ക് ഇന്നത്തെ ഒരു എപ്പിസോഡിൽ കാണുവാൻ സാധിച്ചു. ഇന്നത്തെ എപ്പിസോഡ് കുറച്ച് ഭാഗം കൊണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ട നമ്മുടെ മഹാലക്ഷ്മി നമ്മുടെ കരുണയ്ക്കും നമ്മുടെ ദുർഗാമ്മയ്ക്കും അടിക്കടി ആ ഒരു തക്ക മറുപടി കൊടുക്കുന്നുണ്ട്. അതെന്തായാലും പൊളിച്ചു വിട്ട പ്രേക്ഷകരെ. അപ്പൊ എന്തായാലും കാത്തിരുന്ന് തന്നെ കാണാം അല്ലെ. അപ്പൊ അടുത്തൊരു വീഡിയോ വരുന്നത് വരയ്ക്കും ഹിയർ ഐ ആം ദി മലയാളി സൈനിങ് ഓഫ്.